സുൽത്താൻ കേസ് നമ്മളെ തിരുവനന്തപുരം എയർപോർട്ടിന് അടുത്തുള്ള വണ്ടി ഉണർന്നു വന്ന നമ്മളെ അമീൻ ബ്രോ കേസ് ഇതിനു മുന്നേ ഇവരുടെ ഒരു 34 സീറ്റ് വണ്ടിയുടെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഇവരൊരു 14 സീറ്റ് AC പുഷ്പാക്കി കിഡിലിന് ഒരു ട്രാവലർ, അതായത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു ട്രാവലറിനെ എടുത്ത് കിഡിലുമായിട്ട് പണിത് സെറ്റായിട്ടാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. അത് പണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ വേറെ ലെവലിൽ ഇവര് ഓണറും ഡ്രൈവേഴ്സും കൂടെ തന്നെ ഇരുന്ന് വേറെ എങ്ങും കൊടുക്കാതെ ഇവര് തന്നെ പണിത് സെറ്റാക്കി വേറെ ലെവലിലാണ് കൊണ്ടുപോകുന്നത്. അത് പണിതേക്കെന്ന് പറഞ്ഞാൽ ഇന്റീരിയർ പണിതേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ ഇന്റീരിയർ ലെവലാണ് പണിത് ഇറക്കിയിരിക്കുന്നത്. അതായത് ഇന്റീരിയർ മറ്റേ ക്ലോത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താലും പിക്സൽ നെയിം ബോർഡ് ആയാലും ന്യൂൺസ് ആയാലും കാര്യം ലേസർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വേറെ ലെവലില് വണ്ടിയെ ശരിക്കും അവർ സ്റ്റോക്ക് കണ്ടീഷനിൽ വേറെ ലെവലിൽ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ വോക്കല് കാര്യങ്ങളൊക്കെ വേറെ ലെവൽ, 1 കിലോമീറ്റർ അപ്പം നിന്നാൽ എന്തോ കേൾക്കാവുന്ന ലെവലിലാണ് വണ്ടി പണിത് സെറ്റായി കളത്ത് ഇറക്കുന്നത്. 1 ലക്ഷം രൂപ എന്തോ മാറ്റമില്ല വണ്ടി പണിത് കിട്ടിലുമായിട്ട് ഇറക്കിയത് കേസ്. അതേപോലെ കേസ് ഇവര് മെയിനായിട്ട് വണ്ടി പണിതിറക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ടൂറിസ്റ്റ് ബസ് അത്രയും ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ ചിലവാക്കി പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ, അപ്പം അത്രയും ആളുകളില്ല. ആ ഒരു ആൾക്കാർക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടിലുമായിട്ട് അതേ ടൂറിസ്റ്റ് ബസ്സിന് അതേ വൈബിന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ചെറുക്കനെ പണിത് കളത്തിലിറക്കിയിരിക്കുന്നത്. വേറെ ലെവലായിട്ട് കേട്ടോ കേസ്. കേസ് അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇവരുടെ 49 സീറ്റ് പുത്തമ്പണ്ടികൾ വരാനുണ്ട്. അപ്പം അതിനുവേണ്ടി മാരൊക്കെ വെയിറ്റ് ചെയ്യും.